aldehydes, ketones and carboxylic acid. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ട് കുറേ നാളായി. ഹാലോ ആൽക്കെയ്ൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടില്ല. ഇനോർഗാനിക്കിന്റെ ഡി ബ്ലോക്ക് കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്, ബാക്കിയുള്ള എല്ലാം തീർക്കുകയും ചെയ്തു. അപ്പം ഈ ആൽഡിഹൈഡ്സ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏത് ചാപ്റ്റർ ആണെങ്കിലും അതിന്റെ പഠിക്കുന്നതിന് ഒരു രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം അതിന്റെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അതായത് ഹാലോ ആൽക്കെയ്ൻസ് ഹാലോ അലീൻസ് കിട്ടാത്ത പിള്ളേര് വേണമെങ്കിൽ ഈ ഒരു സ്റ്റഡിങ് പാറ്റേൺ എഴുതി വെച്ചിരിക്കുക. ബേസിക്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് അതിന്റെ നോമൻക്ലേച്ചർ ആയിരിക്കും. പിന്നീട് നമ്മൾ പഠിക്കുന്നത് അതിന്റെ പ്രിപ്പറേഷൻസ് ആയിരിക്കും. പിന്നീട് നമ്മൾ പഠിക്കുന്നത് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പിന്നെ യൂസസ് ഉള്ള ചാപ്റ്ററിനകത്തെ നമുക്ക് യൂസസ് അങ്ങനെ പഠിക്കാനില്ല, അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് വരെ നമുക്ക് വേണമെങ്കിൽ പഠിച്ചു നിർത്താം. ഇതിൽ റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലും പഠിക്കാനുള്ളത്. റിയാക്ഷൻസ് ചോദിക്കുന്നത് പ്രിപ്പറേഷൻസിലും അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിലുമാണ് റിയാക്ഷൻ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിനകത്ത് ഒരു 150-നടുത്ത് റിയാക്ഷൻസോളം, ഒരു ഏകദേശം കണക്ക് പറഞ്ഞതാണ്, 100-150 ഇടയ്ക്ക് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് ഒരു റിയാക്ഷനിൽ നിന്ന് അതിന്റെ മോഡലും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു 150ഓളം റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ടാകും. കാരണം ഒത്തിരി കണ്ടന്റ് കൂടുതലുള്ള ചാപ്റ്ററാണ് ഇത്. ഹാലോ ആൽക്കെയ്ൻസിന്റെ പോലെ തന്നെ കണ്ടന്റ് കൂടുതലുള്ളതാണ് ഈ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ, ഈ ചാപ്റ്ററിനകത്ത് ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ട. ബേസിക് പഠിക്കുക, നോമൻക്ലേച്ചറിലോട്ട് പോവുക. പിന്നീട് പ്രിപ്പറേഷൻസ് ആണ്. പ്രിപ്പറേഷൻ പഠിക്കുമ്പോൾ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം, കീറ്റോന്റെ പ്രിപ്പറേഷൻ പഠിക്കണം, കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. അതേപോലെ തന്നെ ആൽഡിഹൈഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കണം, കീറ്റോന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, കാർബോക്സിലിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞാൽ ഇത് 3 ചാപ്റ്റർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇതൊരു വലിയ ചാപ്റ്റർ, ഇതൊരു വലിയ ചാപ്റ്റർ. കാരണം പണ്ടൊക്കെ പഠിക്കാൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഓരോ ചാപ്റ്ററിനും പഠിക്കാനുള്ള ഓരോ ചാപ്റ്റർ ആയിട്ടായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരേ പാറ്റേണിൽ വരുന്ന ആൾക്കാരെല്ലാം കൂടെ ഒറ്റ ചാപ്റ്റർ ആയിട്ട് അങ്ങനെ ആക്കി മാറ്റി. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതെല്ലാം ഓരോ ചാപ്റ്റർ ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്തിട്ട് വേണം മുമ്പിലോട്ട് പോകാനായിട്ട്. അപ്പം ഈ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിനകത്ത് കോമൺ ആയിട്ടുള്ള എന്താണെന്നറിയാമോ? ഇവർക്ക് 3 പേരിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബോണൈൽ ഗ്രൂപ്പാണ്. അപ്പം അതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. ഒരു ഡോട്ട് ഇട്ട് എഴുതുക. The presence of carbonyl group. Presence of carbonyl group is the common thing. Common thing in aldehydes, ketones and carboxylic acid. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു കാര്യം കൂടെ പറയാം. റിയാക്ഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്നത് വിടർത്തി ആയിരിക്കും പഠിപ്പിക്കുന്നത്. കാരണം വിടർത്തി പഠിപ്പിച്ചാലേ എവിടൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ എക്സാമിന് അത് ചുരുക്കിയായിരിക്കും, കണ്ടൻസ്ഡ് ആക്കിയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല ആയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ പക്ഷെ പഠിക്കുന്നത് എന്താ, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ടായിരിക്കും അതിന്റെ റിയാക്ഷൻസ് എല്ലാം പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ സൈഡിലോട്ട് അതിന്റെ കണ്ടൻസ്ഡ് ആയിട്ട് ചോദിക്കുന്നെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടല്ലോ. അപ്പം ഞാൻ കണ്ടൻസ്ഡ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എവിടൊക്കെ ആഡ് ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിപ്പിക്കാത്തത്. ഓക്കെ ആണല്ലോ? അപ്പം കാർബോണൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? C+O. കാർബൺ ചുറ്റിട്ട് 4 ബോണ്ട് വരണം. അതിൽ ഓൾറെഡി ഡബിൾ ബോണ്ട് ഓക്സിജനുമായിട്ട് ഫോം ചെയ്തു. പിന്നീട് 2 ബോണ്ട് കൂടെ വരും. ആ 2 ബോണ്ടിൽ വരുന്ന ആൾക്കാർ മാറുന്നതിനനുസരിച്ചാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഇനിയും ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ മാത്രമല്ല കാർബോണൈൽ ഗ്രൂപ്പ് ഉള്ളത്. ഒത്തിരി ഗ്രൂപ്പ്, ഒരു 11ഓളം ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ലെങ്തി ആയിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഇത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റാൾക്കാരെ പറ്റി നമ്മൾക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ട എന്താണെന്നറിയാമോ? നോക്കിയോ, C+O 2 ബോണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ എച്ചും ആണെങ്കിൽ നോക്കിയോ, ഇതിപ്പം RCHO എന്നൊരു ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. CHO എന്ന ആൽഡിഹൈഡ് അല്ലേ? ഇങ്ങനെ വന്നാലും അല്ലെങ്കിൽ C+ഓടെ 2 ബോണ്ട്, അതായത് ഓക്സിജനിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന അല്ലാതെ 2 ബോണ്ടിൽ ഒരു സൈഡിൽ എച്ചും
ഇപ്പുറത്തെ സൈഡിൽ എച്ച് വന്നാലും, അതായത് ഇതിപ്പോ CHO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ, അത് ആൽഡിഹൈഡാ. ഇവര് ആൽഡിഹൈഡാന്ന് നമുക്കറിയാം. ആൽഡിഹൈഡ് വരയ്ക്കണേ, ഓരോ കാര്യങ്ങളും വരച്ചോണം. ആൽഡിഹൈഡ്സ് പെട്ടെന്ന് വരച്ചു വെക്കണം. അതേപോലെ തന്നെ C ഡബിൾ ബോണ്ടോടെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ, അപ്പം അത് പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന സമയത്ത് അവർ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്, എന്താ RCOR. ഉദാഹരണം എക്സാമ്പിൾ CH3COCH3 ഇങ്ങനെയായിരിക്കും തരുന്നത്. അപ്പം C ഡബിൾ ബോണ്ടോടെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വന്നില്ല, R റെപ്രസെന്റ് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ്. മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല് എല്ലാം R എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് കീറ്റോൺ ഗ്രൂപ്പാണ്, കീറ്റോൺ ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് മീഥൈൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഈഥൈൽ ഉണ്ടാവും, അതേപോലെ തന്നെ പ്രൊപ്പൈൽ ഉണ്ടാവും. ഇങ്ങനെ അടുത്തത് C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ R ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ OH വന്നാൽ, അപ്പം ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, RCOOH. അല്ലെങ്കിൽ C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ എച്ചും ഒരു സൈഡിൽ OH വന്നാലും ഇതിനെ നമുക്ക് HCOOH എന്ന് പറയാം. ഇത് രണ്ടും വന്നാലും ഇതെന്താ, ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇത് അതിന്റെ സ്ട്രക്ചർ, ഇത് അതിന്റെ കണ്ടൻസ്ഡ്, ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഈ C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ ആൽക്കോക്സി ഗ്രൂപ്പും വന്നാലോ, അതായത് ഇങ്ങനെ RCOOR വന്നു കഴിഞ്ഞാൽ ഇവൻ, അതായത് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് വേണമെങ്കിൽ, അതായത് C ഡബിൾ ബോണ്ടോ ഇവിടെ ഒരു CH3 വരുന്നു, ഇവിടെ ഒരു OCH3 വരുന്നു. അതായത് ഇവനെ കണ്ടൻസ്ഡ് ആക്കി എഴുതുമ്പോൾ CH3COO CH3 എന്ന് എഴുതാം. ഇവൻ എന്താണെന്നറിയോ, ഇവൻ എസ്റ്റർ ഫാമിലിയാ, ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയും. നമുക്കറിയാം, നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞ് പരസ്യത്തിൽ കാണിക്കുന്നത് ഒറിജിനൽ മാങ്ങയുടെ പൾപ്പല്ല, നമുക്കത് ലാബിൽ ആ മാങ്ങയുടെ പൾപ്പ് കെമിക്കൽ റിയാക്ഷന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പറയും മാങ്ങയുടെ പൾപ്പാണ് നമുക്ക് കിട്ടി, അതിനകത്തെല്ലാം അത് പ്യുവർ ആണ്. ഒരിക്കലും അല്ല. ലോകത്തുള്ള ഇത്രയും ആൾക്കാരുടെ ഫ്രൂട്ടി വേണം എന്നുള്ള വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള മാങ്ങാ കൃഷിയൊന്നും എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എസെൻസ് ആണ് കൂടുതൽ ഉള്ളത്. അപ്പൊ അത് എസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പം അടുക്കളയിൽ അമ്മ പൈനാപ്പിൾ കട്ട് ചെയ്യുകയാണെങ്കിലും മണം അങ്ങ് നമ്മുടെ റൂമിൽ വരെ എത്തും. ഈ നമുക്കൊരു വേറൊരു എക്സാമ്പിൾ, ചക്ക, നല്ല തേൻവരിക്ക ചക്ക അമ്മ എന്താണ് പഴുത്ത ചക്ക അമ്മ അടുക്കള വെട്ടുവാണെങ്കിൽ എനിക്കൊന്ന് അപ്പുറത്തെ അയൽവക്കത്തെ വീട്ടിൽ വരെ അതിന്റെ മണം അടിക്കും എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ഓരോ ഫ്രൂട്ടിനകത്ത് ഓരോ എസ്റ്റർ, മനസ്സിലായോ? അപ്പൊ അതിന്റെ ജനറൽ ഫോർമുലയാണിത്. അതും ഒരു കാർബോണൈൽ കോമ്പൗണ്ട് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് C ഡബിൾ ബോണ്ടോടെ, അടുത്തത് നോക്കിയോ, C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ എക്സും വരുവാണ്. കണ്ടൻസ്ഡ് ആക്കി എഴുതുവാണെങ്കിൽ RCOX. എക്സാമ്പിൾ എഴുതാം, C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ CH3 വരുന്നു, ഒരു സൈഡിൽ Cl വരുന്നു. നിങ്ങൾ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് നിങ്ങൾ പഠിച്ചൊരു സാധനമാണിത്, CH3COCl. അതായത് ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് CH3CO ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് RCOX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ RCOCl അല്ലെങ്കിൽ RCOF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ അസൈൽ ഹാലൈഡ് എന്ന് പറയും. അസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആസിഡ് ഹാലൈഡ് എന്നും പറയും. അസൈൽ ഹാലൈഡ്. ഇനി വേണമെങ്കിൽ C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ NH2 അമിനോ ഗ്രൂപ്പ് എന്ന് പറയും, NH2. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കണ്ടൻസ്ഡ് ആക്കി എഴുതുന്നത് ഇങ്ങനെയാണ്, RCONH2. അത് ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ C ഡബിൾ ബോണ്ടോ ഇവിടെ ഒരു CH3 വരുവാണ്, ഇവിടെ ഒരു NH2 വരുവാണ്. അപ്പൊ അതിന്റെ കണ്ടൻസ്ഡ് ആക്കി എഴുതുമ്പോൾ CH3CONH2 ആണ്.
ഇത് അമൈഡ് ഗ്രൂപ്പാണ്, അമൈഡ്. അപ്പോൾ നമ്മൾ കുറേ CO ഗ്രൂപ്പ് വരുന്ന ആൾക്കാരെ പഠിച്ചു. അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പല ചാപ്റ്ററിനകത്തും റിയജൻസ് ആക്കിയൊക്കെ പഠിച്ച ആൾക്കാരാണിത്. ഇതിനകത്തെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബോണൈൽ ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഒരാളെ കൂടെ പറഞ്ഞുതരാം, ഒരു ഡോട്ട് ഇട്ടിട്ട്. ഇയാളെ നിങ്ങൾക്ക് പരിചയം കാണും, പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പരിചയം കാണുന്നത് നോക്കും. ആർ സി ഡബിൾ ബോണ്ടോ ഓ, സി ഡബിൾ ബോണ്ടോ ആർ. എക്സാമ്പിൾ പറയാം, CH3 സി ഡബിൾ ബോണ്ടോ ഓ, സി ഡബിൾ ബോണ്ടോ CH3. ഇവന്റെ കണ്ടൻസ്ഡ് ആക്കി എഴുതുമ്പോൾ CH3 CO ട്വൈസ് ഓ. നോക്കി, CH3 CO ഇവിടെയുണ്ട്, CH3 CO ഇവിടെയുണ്ട്. അപ്പൊ CH3 CO 2 പ്രാവശ്യം, അതാണ് CH3 CO ട്വൈസ്. പിന്നെ നടുക്കൊരു ഓ. ഇവനെ അസെറ്റിക് അൻഹൈഡ്രൈഡ് എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അസെറ്റിക് അൻഹൈഡ്രൈഡ്. ഹാലോ ആൽക്കിൻ, ഹാലോ അലീൻസിനകത്ത് പലയിടത്തും നമ്മൾ ഇത് റിയേജന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അസെറ്റിക് അൻഹൈഡ്രൈഡ്. അസെറ്റിക് അൻഹൈഡ്രൈഡ്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ പറയാം. ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതാക്കി കാണിക്കാം, നിങ്ങൾക്ക് എഴുതിയത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പം ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പോൾ ഇതെല്ലാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ കോമ്പൗണ്ടുകളെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. കാരണം റീജിയൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്ഷൻ ഒക്കെ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഹെഡിങ് എഴുതേണ്ടത് നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ എന്ന് ഹെഡിങ് എഴുതുക. നമ്മൾ ബേസിക് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് പാറ്റേൺ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നോമൻക്ലേച്ചറിലോട്ട് പോവാണ്. നോമൻക്ലേച്ചർ പറയുമ്പോൾ നിങ്ങൾ പറയും അതെന്തിനാ നോമൻക്ലേച്ചർ പഠിക്കുന്നത്, നമ്മൾ ഓൾറെഡി +1 പഠിച്ചാണല്ലോ എന്നുള്ളത്. +1 ആൽഡിഹൈഡും കീറ്റോണും കാർബോക്സിലിക് ആസിഡും നെയിം ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഇവിടെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നോമൻക്ലേച്ചർ പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കോമ്പൗണ്ട് ഇങ്ങനെയായിരിക്കും. ഇതിൽ ഒരു CHO. രണ്ടാമത്തെ കോമ്പൗണ്ട് ഇങ്ങനെയായിരിക്കും. അത് നിങ്ങൾക്ക് പരിചയം കാണും. ഇങ്ങനെയായിരിക്കും. ഇത് CHO. ഓക്കെ, അപ്പം ഈ രണ്ട് കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിങ്ങിൽ CHO വന്നാൽ, അതായത് അത് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള റിംഗ് ആണെങ്കിലും സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള റിംഗ് ആണെങ്കിലും CHO വന്നു കഴിഞ്ഞാൽ
പേരിന്റെ കൂടെ കാർബാൾഡിഹൈഡ് ചേർത്ത് എഴുതണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ 3 കാർബൺ ഉള്ള വട്ടത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അത് ഇതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല ആണല്ലോ. അപ്പം 3 കാർബണിലുള്ള വട്ടത്തിലുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സൈക്ലോപ്രൊപ്പൈൻ ആണ്. സൈക്ലോപ്രൊപ്പൈൻ ആണ്. അപ്പം സൈക്ലോപ്രൊപ്പൈൻ കാർബാൾഡിഹൈഡ് എന്നായിരിക്കും ഇവന്റെ പേര് വരിക. കാർബാൾഡിഹൈഡ് എന്നായിരിക്കും ഇവന്റെ പേര് വരിക. ഓക്കെ ആണല്ലോ. സൈക്ലോപ്രൊപ്പൈൻ കാർബാൾഡിഹൈഡ് എന്നായിരിക്കും ഇതിന്റെ പേര് വരിക. അതേപോലെ തന്നെ ഇവന്റെ പേര് വരുമ്പോഴത്തേക്കും നമ്മൾ പുതിയ കൺസെപ്റ്റ് അനുസരിച്ച് ഇവന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബെൻസാൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇവനെ ബെൻസീൻ കാർബാൾഡിഹൈഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ബെൻസീൻ കാർബാൾഡിഹൈഡ് അതിനെ പിന്നീടാണ് നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്നാക്കിയത്. ബെൻസാൽഡിഹൈഡ് എന്നാക്കി. ഇനിയും അടുത്ത സെറ്റ് നെയിമിങ്ങിനകത്ത് സ്പെഷ്യൽ കേസുകളാണ്. ഒരു സ്ട്രെയിറ്റ് ചെയിനിൽ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. നിങ്ങളൊരു എന്താണ് പ്രയോറിറ്റി ഓർഡർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബോക്സിലിക് ആസിഡ് ആണ്, COOH ആണ്. പിന്നെ SO3H ആണ്. പിന്നെ എസ്റ്റർ ആണ്, അതായത് നമ്മളിപ്പോൾ പഠിച്ചത് RCOOR. പിന്നെ അസൈൽ ഹാലൈഡ് ആണ്, നമ്മളിപ്പോൾ പഠിച്ചാണ് RCOX. പിന്നെ അമൈഡ് ആണ്, അതായത് RCONH2 ആണ്. പിന്നീട് ആൽഡിഹൈഡിനാണ്, CHO ഗ്രൂപ്പിനാണ്. പിന്നീട് കീറ്റോണിനാണ്, CO ഗ്രൂപ്പിനാണ്. പിന്നീട് പ്രിഫറൻസ് ഉള്ള ആൽക്കഹോളിനാണ്, OH ഗ്രൂപ്പിനാണ്. പിന്നീട് അമിനോ ഗ്രൂപ്പിനാണ്, NH2 ഗ്രൂപ്പിനാണ്. പിന്നീട് ആൽക്കീനാണ്, അതായത് ഡബിൾ ബോണ്ട് ഉള്ളതും പിന്നീട് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതും. ഇതിനിടയ്ക്ക് കുറെ ആൾക്കാരുണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് ഓർഡർ ഓർത്ത് വെക്കേണ്ടത്. ഇതൊന്ന് ഓർത്ത് വെക്കുക നെയിമിങ്ങിനകത്ത്. പിന്നെ ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ കീറ്റോൺ ഓർത്ത് വെക്കുക, ആൽക്കഹോൾ ഓർത്ത് വെക്കുക. പിന്നെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഡബിൾ ബോണ്ടാണ് മുമ്പിൽ നിന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അപ്പൊ ഇത്രയും മാത്രം പഠിച്ച, ഇതല്ലാതെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഒരു ഉദാഹരണം ഞാനിപ്പോ ഒരു കോമ്പൗണ്ട് തരാം. ആ കോമ്പൗണ്ടിന്റെ പ്രത്യേകത നോക്കിയോ. CH3 CH2 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ H. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായത്, ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് കീറ്റോണും ഒന്ന് ആൽഡിഹൈഡും അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ ഇപ്പൊ 5 കാർബൺ 1 2 3 5 പെന്റനോണാൽ എന്ന് പറയാൻ പറ്റുമോ? പെന്റനോണാൽ എന്ന് പറയാൻ പറ്റുമോ ഇവിടെ? പെന്റനോണാൽ ഇല്ല. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒരു ഗ്രൂപ്പിനെ മെയിൻ ആയിട്ട്, ഇപ്പൊ ഇവിടെ നോക്കിയേ CHOയും COയും വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രിഫറൻസ് CHOയ്ക്കാണ്. അപ്പൊ CHOയിനെ ഇവിടെ CHOയും ഉണ്ട്, അതേപോലെ തന്നെ C ഡബിൾ ബോണ്ട് ഓയും ഉണ്ട് അല്ലേ. C ഡബിൾ ബോണ്ട് ഓയും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതും ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇതും ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇവിടെ മെയിൻ ഇതും ബ്രാഞ്ച് ഇതുമായിരിക്കും. അപ്പം ഒരെണ്ണത്തിനെ മെയിൻ ആയിട്ട് ഒരെണ്ണത്തിനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, മെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവന്റെ പേരിന് അവസാനം ഏൽ വരും. ഇനി ഇവനെ ചില കേസിൽ നമുക്ക് ഇതിപ്പോ എഴുതണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. നോക്കിയോളൂ, ഇവിടെ CHO ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. CHO മെയിൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ CHO നമ്മൾ പേരിന് അവസാനം എഴുതുക, ഏലെന്ന് എഴുതുക. ഇനിയും CHO ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവനെ ഫോർമൈലിനായിരിക്കും എഴുതുക, അത് പേരിന്റെ ഫ്രണ്ടിൽ എഴുതുക. ഇനിയും C ഡബിൾ ബോണ്ടോ മെയിൻ ആയിട്ട് വരുവാണെങ്കിൽ അവനെ പേരിന് അവസാനം ON എന്നാണ് നമ്മൾ ചേർക്കുന്നത്. അവൻ ബ്രാഞ്ച് ആയിട്ട് വരുവാണെങ്കിൽ അവനെ ഓക്സോ എന്ന് ചേർക്കും. ഓക്കെ ആണല്ലോ. ഇപ്പം നിലവിൽ CHOയും COയും ആണ് ഇതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം CHO ആണ് ഇവിടുത്തെ മെയിൻ പ്രിഫറൻസ് അനുസരിച്ച്. എന്താണ് നമ്മുടെ CO ഇവിടെ ബ്രാഞ്ച് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ CHO മെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ CHO അവിടെ നിന്ന് എണ്ണാൻ തുടങ്ങണം. 1 2 3
4 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ 1 2 3 4 5 5 ഉണ്ട്. അപ്പൊ എന്താ നമുക്ക് പേര് കൊടുക്കാം, പെന്റനാൽ എന്നാണ് അവന്റെ പേര്. ഓക്കെ, ഇനിയും കീറ്റോൺ ബ്രാഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ബ്രാഞ്ച് ആയിട്ട് കീറ്റോൺ വരുമ്പോൾ അവനെ ഓക്സോ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തെ പൊസിഷനിലാണ് ഓക്സോ. അപ്പൊ 3 ഓക്സോ പെന്റനാൽ എന്ന് വിളിക്കും. ഇങ്ങനെയാണ് ഇവന്റെ നെയിം ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഉണ്ട്. ഇപ്പോൾ OH മെയിൻ ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിൽ പേരിന് അവസാനം OL, എന്നാൽ OH ബ്രാഞ്ച് ആയിട്ട് വരുവാണെങ്കിൽ പേരിന് ഫ്രണ്ടിൽ ഓക്സി എന്നാണ് ചേർക്കുന്നത്. ഇപ്പൊ NH2 പേരിന് അവസാനം അല്ലെങ്കിൽ NH2-ന് പ്രിഫറൻസ് വരുവാണെങ്കിൽ NH2-നെ പേരിന് അവസാനം അമൈൻ എന്ന് വിളിക്കും. എന്നാൽ NH2-നേക്കാളും പ്രിഫറൻസ് ഉള്ള ആൾ വരിക NH2 ബ്രാഞ്ച് ആവുകയാണെങ്കിൽ പേരിന് ഫ്രണ്ടിൽ അമിനോ എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മളത് അറേഞ്ച് ചെയ്ത് എഴുതുന്നത്. അപ്പൊ എല്ലാത്തിനെയും പഠിക്കേണ്ട ഈ ചാപ്റ്ററിനകത്തുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ഇടുന്നു. ഇവര് ഡോട്ട് ഇട്ടിട്ട് അടുത്തൊരു ടൈപ്പ് കോമ്പൗണ്ട് നെയിം ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. CH2 CH CH2 CHO. ഇവിടെയും CHO, ഇവിടെയും CHO വരും. അപ്പം നമുക്കറിയാം, നമ്മൾ സാധാരണ ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുന്ന സമയത്ത് കാർബൺ ഉള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ കാർബണേയും കൂടെ മെയിൻ ചെയിനകത്ത് കൂട്ടുന്ന രീതിയിലായിരുന്നു നമ്പറിങ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കാർബണിൽ തന്നെ മൂന്ന് സെയിം ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങനെ നെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ മെയിൻ ചെയിനകത്ത് കൂട്ടേണ്ട ആവശ്യമില്ല. പകരം ഇത് 1, ഇത് 2, ഇത് 3 നമ്പർ ചെയ്തിട്ട് പേരെഴുതേണ്ടത് പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബാൾഡിഹൈഡ് എന്നാണ്. കാർബാൾഡിഹൈഡ് എന്നാണ്. പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബാൾഡിഹൈഡ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പൊക്കോണം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു കോമ്പൗണ്ട് വരുന്നത് CH3 CHO. ഇവിടെ ഒരു CH3. അപ്പൊ ഇവിടെ രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിൽ ഒരെണ്ണം എന്താണ് CHO ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഒരു ബ്രാഞ്ചും ഉണ്ട്. അപ്പം ഓർത്തോണം, നമ്മൾ നേരത്തെ പ്രയോറിറ്റി ലിസ്റ്റ് എഴുതിയതിനകത്ത് ഈ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും താഴെയാണ് ബ്രാഞ്ചുകളുടെ ഇത്. ബ്രാഞ്ച് മീൻസ് ഇത് CH3, അതായത് മീതൈൽ ഈതൈൽ ഗ്രൂപ്പുകളുടെ ഒക്കെ പ്രിഫറൻസ് ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനേക്കാളും ഒക്കെ താഴെയാന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ എന്തായാലും ഇവിടെ പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ CHO ആണ്. അപ്പൊ ആ കാർബണെ ഫസ്റ്റ് കാർബൺ ആയിട്ട് എടുത്തിട്ട് ഇത് സെക്കൻഡ്, ഇത് തേർഡ്. അപ്പൊ രണ്ടാമത്തേൽ മീതൈൽ വരുന്നുണ്ട്. അപ്പൊ 2 മീതൈൽ പ്രൊപ്പനാൽ ഇതായിരിക്കും ഇതിന് നെയിം. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. അടുത്ത നെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിംഗ് ഇങ്ങനെ വരയ്ക്കുന്നു. റിങ്ങിന്റെ ഒരു ഭാഗത്ത് CHO കൊടുക്കുന്നു, ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഈ പൊസിഷനിൽ CH3 കൊടുക്കുന്നു. അപ്പൊ ആദ്യം തന്നെ ഇത് ബെൻസീൻ എന്ന് നെയിം ചെയ്യാൻ പോകുന്നവരുടെ ആ ഒരു കൺസെപ്റ്റ് മാറ്റുക. ഇത് സൈക്ലോ ഹെക്സൈൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ CH3യും CHOയും ആണ് നമ്മുടെ സൈഡ് ചെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് CHO ആയതുകൊണ്ട് അതിന് പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ അതുള്ള കാർബണിന് ഫസ്റ്റ് നമ്പർ കൊടുക്കുക. പിന്നെ രണ്ടാമത് സംശയം വരുന്നത്, ഇത് 1 2 3 4 5 6 ഇങ്ങനെ എണ്ണുവോ അതോ 1 2 3 4 5 6 ഇങ്ങനെ എണ്ണുവോ എന്നുള്ളത്. അപ്പൊ അത് തീരുമാനിക്കുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം എണ്ണാൻ തുടങ്ങാൻ. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിന് 5ാമത്തെ നമ്പറും, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിന് 3ാമത്തെ നമ്പറുമാണ് കിട്ടുന്നത്. അപ്പൊ 3ാമത്തെ നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണാൻ തുടങ്ങുക. അപ്പൊ ഇത് 1 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ ഇവന്റെ പേര് ഇങ്ങനെ വരുന്നു. 3 മീതൈൽ സൈക്ലോ
ഹെക്സനാൽ ഹെക്സനാൽ എന്ന് വരും. അപ്പോൾ നോക്കിക്കോളൂ, അടുത്ത കോമ്പൗണ്ട് തന്നെ ഇങ്ങനെയാണ്. CH3 CH ബ്രാക്കറ്റിൽ OCH3 എന്നിട്ട് CHO. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഒക്കെ ഒരു സ്ട്രെയിറ്റ് ചെയിനിൽ ബ്രാക്കറ്റിൽ ഒരു ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിൽ അടുത്ത് കിടക്കുന്ന കാർബണിൽ ആ ഗ്രൂപ്പ് ഹാങ് ചെയ്ത് കിടക്കുമെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ CH3 CH ഇതിൽ OCH3 വരുന്നു, ഇവിടെ CHO. ഇങ്ങനെ ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാം അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നോക്കിയോ, ഇതും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇതും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇത് മെതോക്സി ആൽക്കോക്സി ഗ്രൂപ്പ്, അതായത് OCH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കോക്സി ഗ്രൂപ്പാണ്, ആൽക്കോക്സി ഗ്രൂപ്പ്. CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണത്തിനെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടും മറ്റേതിനെ ബ്രാഞ്ച് ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം പ്രിഫറൻഷ്യൽ ഓർഡർ അനുസരിച്ച് ഇതായിരിക്കും മെയിൻ ആയിട്ട് പ്രിൻസിപ്പിൾ, ഇത് ബ്രാഞ്ച് ആയിരിക്കും. അപ്പം ഈ കാർബണെ ഫസ്റ്റ് കാർബൺ ആക്കുക 1 2 3. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ ആൽക്കോക്സി ഗ്രൂപ്പ്. എന്ത് ആൽക്കോക്സിയ, എന്ത് ആൽക്കേന വന്നിരിക്കുന്നത്? മീത. അപ്പം മെതോക്സി. അപ്പം 2 മെതോക്സി പ്രൊപ്പനാൽ. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CHO. ഇത് സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡബിൾ ബോണ്ടും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ് പ്രിഫറൻസ്.
ഇത് 1 2 3. അപ്പം ഇത് 3 കാർബൺ നമ്മൾ പ്രൊപ്പാണ്. പക്ഷേ നമുക്കിവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈന പ്രൊപ്പ്. രണ്ടാമത്തെ പൊസിഷനിൽ ഈൻ എന്ന് കംപ്ലീറ്റ് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? അടുത്തത് AL-ലാണ് അവസാനിക്കേണ്ടത്. അപ്പം പ്രൊപ്പ് ടു ഈനാൽ എന്നായിരിക്കും വരുന്നത്. അപ്പൊ പ്രൊപ്പ് ടു ഈനാൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? അപ്പം ENE എഴുതുക. കാരണം രണ്ടും എയും വവ്വലാണ്, ഇയും വവ്വലാണ്. രണ്ട് വവ്വൽ ഒരുമിച്ച് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരെണ്ണം എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഈനാലെന്ന് എഴുതുന്നു. ശരിക്കും ഈ CHOയുടെ പൊസിഷനും കൂടെ ചേർത്ത് പ്രൊപ്പ് ടു ഈൻ 1 ആലെന്നായിരുന്നു എഴുതേണ്ടത്. നമുക്ക് ഫസ്റ്റ് കാർബണിൽ തന്നെ ആയതുകൊണ്ട് ആ പൊസിഷൻ വേണ്ട. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡൗട്ട് ഉള്ളവർ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. അടുത്ത കോമ്പൗണ്ട് ബെൻസീൻ റിങ്ങിൽ 2 CHO വരുന്നൊരു കോമ്പൗണ്ടാണ്. ബെൻസീൻ റിങ്ങിൽ കണ്ടോ, ഇവിടെയും CHO, ഇവിടെയും CHO. ഞാൻ പറഞ്ഞു റിങ്ങിൽ ബെൻസീൻ റിങ് അല്ല, റിങ്ങിൽ ആൽഡിഹൈഡ് വരുവാണെങ്കിൽ നമ്മൾ അവരെ കാർബാൾഡിഹൈഡ് എന്നായിരിക്കും പറയുക. അപ്പൊ ഇവിടെ ബെൻസീൻ ഒന്നാമത്തെ പൊസിഷനിലും ഇതൊന്നും കൊടുക്കുവാണെങ്കിൽ ഇത് 2 തിരിച്ചു കൊടുക്കുവാണെങ്കിലും കറക്റ്റ് ആണ്. ബെൻസീൻ 1 2 ഡൈ കാർബാൾഡിഹൈഡ്. ഇതായിരിക്കും. അടുത്ത ഒരു കോമ്പൗണ്ട് എഴുതിക്കോളൂ. ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിങ്ങിന്റെ ഒരു ഇവിടെ CHOയും അതേപോലെ തന്നെ ഇവിടെ Br. ഓക്കെ, ഇവിടെ നെയിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആലോചിച്ചോണം, ബെൻസീൻ റിങ് ചേർത്ത് വരുന്ന മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പിനെ മൊത്തത്തിൽ നെയിം ചെയ്തിട്ട് ഇതിനെ ബ്രാഞ്ച് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ. തേർഡ് കാർബണിൽ ബ്രാഞ്ച് വരുമ്പോൾ 3 ബ്രോമോ. ഇനി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നെയിം ചെയ്യാം. എന്താ? 3 ബ്രോമോ ബെൻസാൽഡിഹൈഡ്. 3 ബ്രോമോ ബെൻസാൽഡിഹൈഡ് അല്ലെ ബെൻസീൻ കാർബാൾഡിഹൈഡ്. 3 ബ്രോമോ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ എന്താ? 3 ബ്രോമോ ബെൻസീൻ കാർബാൾഡിഹൈഡ്. എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം. അടുത്തത് കീറ്റോൺസിന്റെ നെയിമിംഗ് ആണ്. കീറ്റോൺസിന്റെ നെയിമിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കീറ്റോണിനെ സഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ പേരിന് അവസാനമാണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ONE റെപ്രസെന്റ് ചെയ്യും. കീറ്റോണിനെ പ്രിഫിക്സ് ആയിട്ട്, അതായത് കീറ്റോണിനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ അവനെ ഓക്സോ എന്നായിരിക്കും നെയിം ചെയ്യുന്നത്. നമുക്ക് കീറ്റോണിനെ നെയിം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കോമ്പൗണ്ട് CH3 CH2 C ഡബിൾ ബോണ്ട് CH3. ഇതിനെ നെയിം ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയോ, കീറ്റോൺ ഇതാണ്. കീറ്റോൺ ഉള്ള കാർബണ് എന്താണ്? കീറ്റോണിനകത്ത് ഓൾറെഡി ഒരു കാർബൺ ഉണ്ട്. ആ കാർബണെ കൂടെ മെയിൻ ചെയിനകത്ത് കൂട്ടണം. പിന്നെ നമ്പർ ചെയ്യുന്ന സമയത്ത് ആ കീറ്റോണിന്റെ കാർബണിന് ചെറിയ നമ്പർ കിട്ടണം. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 1 2, അപ്പം 2 3 4 ഇങ്ങനെ. അപ്പൊ രണ്ടാമത്തെ കാർബൺ കീറ്റോൺ ആകുമ്പോൾ നാല് കാർബൺ ഉണ്ട്. അപ്പം ബ്യൂട്ടൻ 2 ഓണെന്നാണ്.
അതേപോലെ തന്നെ വേറൊരു കോമ്പൗണ്ട് CH3. ഇതാരെങ്കിലും ഒരാൾ പറയണം. ഇനി അങ്ങോട്ടുള്ള കോമ്പൗണ്ടുകൾ ആരെങ്കിലും ഒരാൾ ചോദിക്കാം. CH3 CH CH3 C ഡബിൾ ബോണ്ടോ CH2 CH CH3 ഇവിടെ ഒരു CH3 ഉണ്ട് ബ്രാഞ്ച് ആയിട്ട്. പിന്നെ ഇവിടെ CH3. ഇത് ആർക്കൊന്ന് പറയാൻ പറ്റുക? അനുഗ്രഹ ഇത് പറയാൻ പറ്റുമോ? അനുഗ്രഹ സർ പറയാമോ? സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല സർ. ആർക്കും കാണുന്നില്ലേ? അനുഗ്രഹ ലെഫ്റ്റ് ആയിട്ട് കയറാമോ? അനുഗ്രഹയുടെ കുഴപ്പമായിരിക്കും. ഓക്കെ സർ. നന്ദിത പറയാമോ ഇതിന്റെ ആൻസർ? നന്ദിത എവിടെ ഉണ്ടോ? നന്ദിത കേൾക്കാമോ? നന്ദിത ഹലോ നന്ദിത പറയുന്ന എനിക്ക് കേൾക്കുന്നില്ലേ? വോയിസ് ഓൺ ആവുന്നതായിട്ട് കാണാം, കേൾക്കുന്നില്ല. എന്തായാലും ഓക്കെ കേൾക്കുന്നില്ല, കുഴപ്പമില്ല. അനുഗ്രഹ പറയാമോ ആ കോമ്പൗണ്ട്? ഇപ്പൊ കാണാമോ അനുഗ്രഹയ്ക്ക്? ഏതാ? ഇത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, സമയം കളയണ്ട. നോക്കിയോ ഇവിടെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ലോങ്സ്റ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റം ചെയിൻ എടുക്കണം എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പൊ ഇവിടെ ഇതെടുക്കുമ്പോൾ 1 2 3 4 5 6 7. ഇനി ഇങ്ങനെ എടുത്തിട്ട് ഇത് കൂട്ടിയാലും 7. ഇനി തിരിച്ചെണ്ണിയാലും ഇതിങ്ങനെ കൂട്ടിയാലും 7. എങ്ങനെ കൂട്ടിയാലും എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിനെ മാത്രം ലോങ് ആയിട്ട് എടുത്താൽ മതി. അപ്പം ഇതിനെ നമ്മൾ ലോങ് ആയിട്ടും ലോങ്സ്റ്റ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടും ഇതിനെ രണ്ടിനെയും ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നു. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ നമ്പർ ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം നമ്പർ ചെയ്യാൻ. ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4, ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4. ഇനി ബ്രാഞ്ച് നോക്കുമ്പോൾ 1 2, ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 2. അപ്പൊ എങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിയാൽ മതി നമ്പർ ചെയ്യാനായിട്ട്. എവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും നമുക്ക് കാർബണിൽ കാർബണിന് 4ാമത്തെ നമ്പറാണ്. അപ്പൊ ഞാൻ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യണം. 1 2 3 4 5 6 7 അല്ലേ? 4 ആണ് ഓൺ വന്നിരിക്കുന്നത്. 2 6 മീഥൈലുണ്ട്. അപ്പം 2,6 ഡൈമീഥൈൽ ഹെപ്റ്റൻ 4 ഓൺ എന്ന് വരും അല്ലേ? 7 എണ്ണം അല്ലേ? ഹെപ്റ്റ് സിംഗിൾ ബോണ്ട് ആണ് ഹെപ്റ്റൻ. 4ാമത്തേല് ONE, 4ാമത്തേല് കീറ്റോൺ. ഹെപ്റ്റൻ 4. ഡൗട്ട് ഉള്ളത്? സാർ 3ാമത്തെ കാർബൺ CH2 അല്ലേ? എവിടെ? ഇവിടെ അല്ലേ? അത് അതൊക്കെ ഒന്ന് നോക്കിയേക്കണേ. അത് CH2 വരുള്ളൂ. കാരണം അവിടെ ഓൾറെഡി 2 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലോ. ഇത് CH2 ആണ്. എൻഡിലുള്ള കാർബൺ മാത്രമേ എപ്പോഴും CH3 വരാറുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു സൈക്ലോഹെക്സേൻ വന്നിട്ട് ഇതേലൊരു ഇങ്ങനെ ഡബിൾ ബോണ്ട് വന്നിട്ട് O വരുവാണ്, ഇവിടെ ഒരു CH3 വരുവാണ്. ഇതിന്റെ നെയിം എങ്ങനെ? ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാം ബോർഡ് എക്സാമിന് പല വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലായിക്കോണം, ഇത് കീറ്റോൺ ആണ്. കാരണം ഇതൊരു കാർബൺ ആയതുകൊണ്ട് ഈ കാർബണിന്റെ ഇപ്പുറത്തും ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് കീറ്റോൺ ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ ഇതപ്പം കീറ്റോണും മീഥൈലും കൂടെ വന്നിരിക്കുന്നത് കീറ്റോണിന് ആണ് പ്രിഫറൻസ്. അപ്പൊ 1, അടുത്തത് ഇങ്ങോട്ട് 2, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഒന്നാമത്തേലാണ് കീറ്റോൺ വന്നിരിക്കുന്നത് അല്ലേ? രണ്ടാമത്തേല് ബ്രാഞ്ചും. അപ്പൊ 2 മീഥൈൽ ഹെക്സൻ 1 അല്ലെങ്കിൽ ഹെക്സനോൺ എന്നിട്ടാൽ മതി. അല്ല, സൈക്ലോഹെക്സനോൺ ആണ്. സോറി, 2 മീഥൈൽ സൈക്ലോഹെക്സനോൺ. അടുത്ത ഒരെണ്ണം കൂടെ തരാം, നോക്കിക്കോളൂ. ഒരു ബെൻസീൻ റിംഗ് വന്നു, C ഡബിൾ ബോണ്ട് O വരുന്നു, ഇപ്പുറത്തൊരു CH3 വരുന്നു. ഇവന്റെ IUPAC നെയിം അല്ല, ഇവനെ അറിയപ്പെടുന്ന ഇവന്റെ കോമൺ നെയിമിലാണ്. അത് കോമൺ നെയിം ആണ് മെയിൻ ആയിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്നാലും ഞാൻ IUPAC നെയിമും പറഞ്ഞു തരാം. അപ്പൊ ഇത് അസറ്റോഫീനോൺ എന്നാണ് പറയുന്നത്. അസറ്റോഫീനോൺ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അഭിരാമിനോടാണ് ചോദിക്കുന്നത്. കീറ്റോണിന്റെ ഫസ്റ്റ് മെമ്പർ ആരാ അഭിരാമെ? അല്ല, സോറി, കീറ്റോണിന്റെ അല്ല, ആൽക്കോളിന്റെ ഫസ്റ്റ് മെമ്പർ. ആൽക്കോളിന്റെ ഫസ്റ്റ് മെമ്പർ ആരാ അഭിരാമെ? ആൽക്കഹോളിന്റെ ഫസ്റ്റ് മെമ്പർ, ആൽക്കോൾ ഫാമിലിയുടെ ഫസ്റ്റ് മെമ്പർ. മെഥനോൾ. ഓക്കെ, മെഥനോൾ. ആൽഡിഹൈഡ് ഫാമിലിയുടെ ഫസ്റ്റ് മെമ്പർ എന്താ? മെഥനാൽ. ഓക്കെ. കാർബോക്സിലിക് ആസിഡിന്റെ ഫസ്റ്റ് മെമ്പർ ആരാ? മെഥനോയിക് ആസിഡ്. എന്നാ കീറ്റോണിന്റെ ഫസ്റ്റ് മെമ്പർ ആരാ? പ്രൊപ്പനോൺ. അതാണ് നമുക്ക് അറിയേണ്ടത്, പ്രൊപ്പനോൺ. അപ്പം ഇതിൽ ഈ കുറച്ചു പേർക്കെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ട് പ്രൊപ്പനോൺ വന്നു എന്നുള്ളത്. കാരണം മെഥനോൺ എന്നല്ലായിരുന്നോ വരേണ്ടത്, അല്ലെങ്കിൽ എഥനോൺ എന്നല്ലായിരുന്നോ വരേണ്ടത് എന്നുള്ളൊരു ഡൗട്ടാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബാച്ചിലെ ഏതോ ഒരു സെറ്റില് കീറ്റോണിന്റെ ഫസ്റ്റ് മെമ്പർ ഏതാന്നുള്ള ചോദിച്ചു. നിങ്ങൾ 10 പഠിച്ചപ്പോൾ, നിങ്ങളിപ്പം +2 ആണ്, നിങ്ങൾ 10 പഠിച്ച സമയത്ത് ഏതോ ഒരു സെറ്റിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കീറ്റോണിന്റെ ഫസ്റ്റ് മെമ്പർ. അപ്പൊ എല്ലാവരും എഥനോണെന്ന് നോക്കി എഴുതി വെച്ചു. എന്നാൽ അത് തെറ്റാണ്, പ്രൊപ്പനോണ്. കാരണം കീറ്റോൺ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോടെ രണ്ട് സൈഡിലും ആരെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ മിനിമം 2 കാർബൺ ഉള്ള, അല്ല, മിനിമം C ഡബിൾ ബോണ്ടോടെ ഇപ്പുറത്തും ഓരോ കാർബൺ വെച്ചെങ്കിലും വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് വന്നപ്പോൾ ഇത് പ്രൊപ്പനോണായി. ഒരിക്കലും C ഡബിൾ ബോണ്ടോടെ ഈ സൈഡില് അല്ലെങ്കിൽ ഒരു കാർബൺ ഉള്ള കീറ്റോൺ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. C ഡബിൾ ബോണ്ടോ, ഇവിടെ CH3. ഇത് ഇവിടെയും വരുമ്പോൾ തന്നെ 3 കാർബൺ ആയി അതിനകത്ത്. അതുകൊണ്ട് ഒരിക്കലും മെഥനോണെന്നോ എഥനോണെന്നോ പറയാൻ പറ്റത്തില്ല, പകരം പ്രൊപ്പനോൺ എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പൊ അഭിരാം പറഞ്ഞു പ്രൊപ്പനോൺ എന്നുള്ള കാര്യം. ശരി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം, അപ്പൊ ഇതിന്റെ ഈ അസറ്റോഫീനോണിന്റെ IUPAC നെയിം ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് മെഥനോണെന്നോ എഥനോണെന്നോ വരത്തില്ല, പകരം പ്രൊപ്പനോൺ ആണ് മെയിൻ ആളെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയോ, ഇനി ഈ ബെൻസീൻ റിങ്ങിന്റെ ഒരു നെയിമിങ്ങിന്റെ ഒരു രീതിയുണ്ട്. ബെൻസീൻ റിങ്ങിന്റെ സൈഡ് ചെയിനിൽ വരുന്ന ആൾക്കാരിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ബെൻസീൻ റിങ്ങിനെ IUPAC നെയിം എഴുതുന്ന സമയത്ത് ബെൻസീൻ റിങ്ങിനെ ബ്രാഞ്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്.
ആ സൈഡ് ചെയിനിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇതൊരു ബെൻസീൻ റിങ്ങിന്റെ സൈഡ് ചെയിൻ ആണിത്. ആ സൈഡ് ചെയിനിൽ വരുന്ന കണ്ടോ, ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ ബെൻസീൻ റിങ്ങിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇതായിരിക്കും നമ്മുടെ മെയിൻ ആള്. അപ്പം മെയിൻ ആളിന്റെ ഫസ്റ്റ് കാർബൺ ആയതുകൊണ്ട് മെയിൻ ആളിന്റെ കാർബണെ ഫസ്റ്റ് കാർബൺ എന്നും ഇത് സെക്കൻഡ് എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ബ്രാഞ്ചാണ്. ബെൻസീൻ ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ ബെൻസീനെ ഫീനൈലിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 1 ഫീനൈൽ 2 കാർബണും സിഒയും, അപ്പൊ അവനെ എഥനോൺ എന്നാണ് വിളിക്കുന്നത്. ഈ കേസിൽ എഥനോൺ എന്ന് പേര് പറയും, എഥനോൺ. ഓക്കെ ആണോ അഭിരാമേ? അതേപോലെ തന്നെ ഇങ്ങനെ വരികയാണ് സി ഡബിൾ ബോണ്ടോ. ഇപ്പുറത്തും എന്ത് തന്നെ വരുവാണ്, ഇപ്പുറത്തും ഇപ്പുറത്തും ഒരു ബെൻസീൻ റിംഗ് വരുവാണ്. ഓക്കെ, ഇവന്റെ കോമൺ നെയിമാണ് നമുക്ക് സാധാരണ പഠിക്കാനുള്ളത്. അത് ബെൻസോഫീനോൺ എന്നാണ്. ഇവന്റെ പേര് ബെൻസോഫീനോൺ. എന്നാൽ ഇവന്റെ IUPAC നെയിം നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇവിടെ കണ്ടോ, ബെൻസീൻ റിങ്ങിന്റെ സൈഡ് ചെയിനിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പാണ് മെയിൻ ഗ്രൂപ്പ്. അവനെയാണ് നെയിം ചെയ്യേണ്ടത്. അപ്പൊ അവൻ ഫസ്റ്റ് കാർബൺ, ഒറ്റ കാർബണേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ബ്രാഞ്ചാണ്. അപ്പം ഒന്നാമത്തെ കാർബണിൽ 2 ബ്രാഞ്ച് വരുന്നുണ്ട്. 2 ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടും ബെൻസീൻ ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, ഒന്നാമത്തെ കാർബൺ ആയതുകൊണ്ട് അതിന്റെ നെയിം ഇതുണ്ട്, ഡൈഫീനൈൽ. ഒരു കാർബണുള്ള കീറ്റോൺ മെഥനോൺ ആണ്, മെഥനോൺ. ഇത് എഴുതുമ്പോൾ മാത്രം നമ്മൾ ഈ മെഥനോണും എഥനോണും അല്ലെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ കീറ്റോൺ ഫാമിലിയുടെ ഫസ്റ്റ് മെമ്പറിനെ ഒരിക്കലും മെഥനോൺ എന്ന് പറയത്തില്ല. ഇവിടെ ഈ കീറ്റോണിന്റെ 2 സൈഡിലും ആൾക്കാർ വന്നിട്ടുണ്ട്, ഇവിടെയും 2 സൈഡിലും ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ IUPAC നെയിം എഴുതുമ്പോൾ ബെൻസീൻ റിങ്ങിനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എഴുതേണ്ടി വന്നത്. ഓക്കെ ആണല്ലോ? അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ നെയിമിങ്ങിനകത്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെയിമിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻസ് ആണ്. പ്രിപ്പറേഷൻസ് നമുക്ക് നാളെ അടുത്ത ക്ലാസ് തുടങ്ങാൻ നോക്കട്ടെ. എത്ര ഉണ്ടോ നോക്കട്ടെ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഞാനപ്പം ഇത്രമേ ഇന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. നാളെ നമുക്ക്